നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ വളർച്ച പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണെന്ന് ശാസ്ത്രലോകം കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 5.5 മൈൽ, അതായത് ഏകദേശം 8.85 കിലോമീറ്റർ ഉയരമാണ് എവറസ്റ്റിനുള്ളത്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യുറേഷ്യയുമായി കൂട്ടിയിടിച്ചപ്പോഴാണ് എവറസ്റ്റ് ഉൾപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരകൾ ഉണ്ടായത്. എവറസ്റ്റ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളരുകയാണെന്നും അതിനുള്ള കാരണം കണ്ടെത്തിയെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഇപ്പോഴിതാ മറ്റൊരു കണ്ടെത്തൽ കൂടി ചർച്ചയാവുകയാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന പലതരം മാറ്റങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ വരാൻ പോകുന്ന ദുരന്തത്തിന്റെ സൂചനകളാകാറുണ്ട്. പലപ്പോഴും ഇതൊക്കെ തന്നെ ചർച്ചയാകാറുമുണ്ട്. കാരണം കാടിറങ്ങി പല മൃഗങ്ങളും നാട്ടിലേക്ക് എത്തുന്നത് കാടിനുള്ളിൽ വരൾച്ചയുടെ ലക്ഷണങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള പഠനങ്ങളൊക്കെ തന്നെ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതാണ്. ഇപ്പോഴിതാ നേപ്പാളിലെ എവറസ്റ്റ് കൊടുമുടിക്ക് സമീപം വിഷപ്പാമ്പുകളെ കണ്ടെത്തിയതായി റിപ്പോർട്ടാണ്. 1.5 മാസത്തിനിടെ 10 രാജവെമ്പാലകളെയാണ് ഇവിടെ കണ്ടത്. ഹിമാലയൻ പർവ്വതനിരകൾക്ക് സമീപമുള്ള തണുത്ത കാലാവസ്ഥയിൽ ഈ വിഷപ്പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നത് ആഗോള താപനം വഷളാകുന്നതിന് സൂചനയാണെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി. എവറസ്റ്റ് മേഖലയിൽ 1000-നും 2700 മീറ്ററിനും ഇടയിലാണ്, അത്രയും ഉയരത്തിലാണ് 10 രാജവെമ്പാലകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണയായി നെൽവയലുകൾ, ചതുപ്പുകൾ, കണ്ടൽക്കാടുകൾ തുടങ്ങിയ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ പാമ്പുകളെ കാണപ്പെടുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം വിഷപ്പാമ്പുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുന്നുണ്ടാകാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. നേപ്പാളിലെ കുന്നുകളിലെയും മലകളിലെയും താപനില പ്രതിവർഷം 0.05 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. താപനിലയിലെ വർധനവ് ഉഷ്ണമേഖല ജീവിവർഗങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിയേറാനും വളരാനും അനുവദിച്ചേക്കാം. അതേസമയം നേപ്പാളിലെ ദേശീയ റെഡ് ഡാറ്റ ബുക്കും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റും അനുസരിച്ച് രാജവെമ്പാലകൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ്. ഗോപാലേശ്വർ, ബഞ്ചിയാങ്, സോക്കോൾ, ഫുൾചോക്ക് എന്നീ 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ പാമ്പുകളെ കണ്ടെത്തിയിരിക്കുന്നത്. രാജവെമ്പാലകൾ സാധാരണയായി ചൂടുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ കാടുകളല്ല, തണുത്തതും ഉയർന്നതുമായ സ്ഥലങ്ങളിലല്ല ജീവിക്കുന്നത് എന്നതിനാൽ ഇത് വിദഗ്ധരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. മുൻപ് ഒരിക്കലും കണ്ടെത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലാണ് പാമ്പുകളെ കണ്ടത്. ഇത്രയും ഉയരങ്ങളിൽ അവയുടെ സാന്നിധ്യം വിചിത്രമാണ്. ഇത് ഗവേഷകർക്കിടയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആഗോള താപനിലയിലെ വർധനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കാമെന്നും ചിലർ വിശ്വസിക്കുന്നു. ഇത് പാമ്പുകളെ നീങ്ങാൻ നിർബന്ധിതരാക്കുന്നു. അപകടകാരികളായ ഈ ഉരഗങ്ങൾ പർവ്വതങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും മറ്റുള്ളവർ പറയുന്നു. നേപ്പാളിലെ ഫോറസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിഷ്ണു പാണ്ഡെയുടെ അഭിപ്രായത്തിൽ COVID-19 പകർച്ചവ്യാധിക്ക് തൊട്ടു മുമ്പ് ഗൗരി ശങ്കർ നിരകൾക്ക് സമീപം രാജവെമ്പാലയുടെ മുട്ടകൾ കണ്ടെത്തിയിരുന്നു. കൂടാതെ 1600 മുതൽ 5000 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജിരി മുനിസിപ്പാലിറ്റിയിലും മൂർഖൻ പാമ്പുകളെ കണ്ടിട്ടുമുണ്ട്. നേപ്പാളിലെ വളരെ താഴ്ന്ന ഉയരത്തിലുള്ള ടെറായി മേഖലയിലും സാധാരണയായി കാണപ്പെടുന്ന അതേ ഇനമാണ് ഈ പാമ്പുകൾ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പുകളായ രാജവെമ്പാലകളെ സാധാരണയായി ഇന്ത്യ, തെക്ക് കിഴക്കൻ ഏഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ ഇടതൂർന്ന വനങ്ങളിലാണ് കാണപ്പെടുന്നത്. നേപ്പാളിലെ തണുത്തതും ഉയർന്നതുമായ പ്രദേശങ്ങളിൽ അവയെ കാണുന്നത് വളരെ അസാധാരണമാണ്. മറ്റൊരു പാമ്പായ മോണോക്ലൈഡ് കോബ്ര, അതിന്റെ ഹുഡിൽ വൃത്താകൃതിയിലുള്ള അടയാളമുണ്ട്. സാധാരണയായി താഴ്ന്നതും ഈർപ്പമുള്ളതുമായ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള ഈ വിചിത്രമായ ചലനം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയായിരിക്കാമെന്ന് പല വിദഗ്ധരും കരുതുന്നു. താപനില ഉയരുമ്പോൾ പാമ്പുകൾ അതിജീവനത്തിനായി തണുത്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടാകാം. എന്നിരുന്നാലും എല്ലാ ശാസ്ത്രജ്ഞരും പൂർണ്ണമായി യോജിക്കുന്നില്ല. ഇന്ത്യയിലെ വന്യജീവി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ രമേശ് ചിന്നസ്വാമി പറയുന്നത് രാജവെമ്പാലകൾ സാധാരണയായി മഴക്കാടുകളിൽ വസിക്കുകയും നാണം കുടുങ്ങിയായിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് ഈ മാറ്റം സംഭവിച്ചതെന്ന് ആഴത്തിലുള്ള ഗവേഷണം കൂടാതെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ചൂടുള്ള കാലാവസ്ഥ പാമ്പുകളെ കൂടുതൽ സജീവമാക്കുകയും പുതിയ പ്രദേശങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഇതൊരു അപൂർവ സംഭവമാണോ അതോ വലിയ പാരിസ്ഥിതിക മാറ്റത്തിന്റെ ഭാഗമാണോ എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്താൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നേപ്പാൾ. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കൂടുതൽ കഠിനമായ കാലാവസ്ഥയാണ് നേരിടുന്നത്. നേപ്പാളിലെ ഏറ്റവും ചൂടേറിയ താപനില ഓരോ വർഷവും 0.05 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുന്നുണ്ടെന്ന് ഡാറ്റ കാണിക്കുന്നു. ഇത് ഏറ്റവും തണുത്ത താപനിലയിലെ വർധനവിനേക്കാൾ വേഗത്തിലാണ്. പ്രതിവർഷം 0.03 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുന്നു.
താഴ്ന്ന പ്രദേശമായ തരായ് പ്രദേശത്തേക്കാൾ വേഗത്തിൽ കുന്നുകളും പർവ്വത പ്രദേശങ്ങളും ചൂടാകുന്നുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ഈ ചൂട് രാജവെമ്പാലകളെ പോലുള്ള പാമ്പുകൾക്ക് അതിജീവിക്കാനും മുൻപ് കണ്ടെത്തിയിട്ടില്ലാത്ത ഉയർന്നതും തണുപ്പുള്ളതുമായ സ്ഥലങ്ങളുമായി പൊരുത്തപ്പെടാനും എളുപ്പമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഒരു വ്യാപകമായ സിദ്ധാന്തമാണെങ്കിലും രക്ഷാ ഇൻസ്ട്രക്ടർ സുബോയ് ആചാര്യ രണ്ടാമത്തെ കാരണവും മുന്നോട്ട് വയ്ക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളായ ടെറായിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്ന ട്രക്കുകളിലെ മരത്തോടൊപ്പമോ വൈക്കോൽ കൂനകളോടൊപ്പമോ അബദ്ധവശാൽ പാമ്പുകളെ കൊണ്ടുപോയിരിക്കാമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. അബദ്ധവശാൽ ഗതാഗതം ഈ ജീവിവർഗങ്ങളെ പുതിയ പ്രദേശങ്ങളിലേക്ക് തുറന്നു കൊടുക്കാൻ സഹായിച്ചിരിക്കാം. ഉയർന്ന പ്രദേശങ്ങളിലെ നിരീക്ഷണങ്ങൾക്ക് അടുത്തിടെ കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുണ്ടെങ്കിലും ടെറായിൽ ഗുരുതരമായ ഒരു പാമ്പുകടിയേറ്റ പകർച്ചവ്യാധി തുടരുന്നു. തെക്കൻ നേപ്പാളിൽ ഓരോ വർഷവും ആകെ 2700 പേർ വിഷപ്പാമ്പുകളുടെ കടിയേറ്റു മരിക്കുന്നു. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളെ പരിഗണിക്കാതെ മനുഷ്യ സമൂഹങ്ങൾക്ക് പാമ്പുകൾ ഉയർത്തുന്ന നിരന്തരമായ ഭീഷണിയെ ഇത് എടുത്തു കാണിക്കുന്നു. എവറസ്റ്റിന് സമീപം വിഷപ്പാമ്പുകളുടെ അപ്രതീക്ഷിത സാന്നിധ്യം ഒരു ഉണർവ് സന്ദേശമാണ്. ഇത് അപൂർവ കാഴ്ചകൾ മാത്രമല്ല, കാലാവസ്ഥയിലും ആവാസ വ്യവസ്ഥയിലുമുള്ള യഥാർത്ഥ മാറ്റങ്ങളെ കുറിച്ചാണ്. പ്രകൃതി പൊരുത്തപ്പെടുമ്പോൾ അടിയന്തരതയോടും അവബോധത്തോടും കൂടി നാമും അത് പാലിക്കണം. ഉയർന്ന ഉയരത്തിലുള്ള ജൈവ വൈവിധ്യത്തിലെ ഈ അമ്പരിപ്പിക്കുന്ന മാറ്റം ആഗോളതാപനത്തിന്റെ അലയൊലികൾ ഒരു സ്ഥലവും സ്പർശിക്കാതെ ആയിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. സമീപത്തുള്ള 2 നദീതടങ്ങളുടെ ലയനവുമായി ബന്ധപ്പെട്ടാണ് എവറസ്റ്റിന്റെ വളർച്ച വളരെ വേഗത്തിലാകുന്നതാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുള്ളത്. 89,000 വർഷങ്ങൾക്ക് മുമ്പ് കോസി നദി അരുൺ നദിയുമായി ലയിച്ചതോടെ എവറസ്റ്റിന് ഏകദേശം 49 മുതൽ 164 അടി ഉയരം ലഭിച്ചുവെന്നും ഗവേഷകർ കണക്കാക്കുന്നു. പ്രതിവർഷം ഏകദേശം 0.01 മുതൽ 0.02 ഇഞ്ച് എന്നതാണ് എവറസ്റ്റിന്റെ വളർച്ചാ നിരക്ക്. ഈ ഭൂമിശാസ്ത്രപരമായ പ്രക്രിയയെ ഐസോസ്റ്റാറ്റിക് റീബൗണ്ട് എന്നാണ് വിളിക്കുന്നത്. നദികൾ കാലക്രമേണ ഗതി മാറിയതിനാൽ കോസി അരുണിനെ കീഴടക്കുകയും ത്വരിതഗതിയിലുള്ള മണ്ണൊലിപ്പിന് കാരണമാകുകയും ചെയ്തു. ഈ പ്രക്രിയ എവറസ്റ്റിന് അടുത്തുള്ള പ്രദേശത്തെ ഭാരം കുറയാൻ കാരണമായെന്നാണ് ബീജിംഗിലെ ചൈന യൂണിവേഴ്സിറ്റി ഓഫ് ജിയോ സയൻസിലെ ജിയോ സയന്റിസ്റ്റ് ജിൻ ജെൻ ഡായ് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഐസോ അല്ലെങ്കിൽ ഉരുകിയ പാറകൾ പോലുള്ള കനത്ത ഭാരം നീക്കം ചെയ്യുമ്പോൾ അതിനിടയിലുള്ള ഭൂമി പതുക്കെ ഉയരുമെന്നും ഡായ് കൂട്ടിച്ചേർത്തു. എവറസ്റ്റിന്റെ വാർഷിക ഉയർച്ചാ നിരക്കിന്റെ ഏകദേശം 10% ഐസോസ്റ്റാറ്റിക് റീബൗണ്ട് ആണെന്ന് കണക്കാക്കി. മണ്ണൊലിപ്പ് തുടരുന്നതിനാൽ ഐസോസ്റ്റാറ്റിക് റീബൗണ്ട് കാരണമുള്ള എവറസ്റ്റിന്റെ ഉയർച്ചാ നിരക്ക് വർദ്ധിച്ചേക്കാമെന്നും പറയുന്നു.